15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിനെ വേണ്ട. ഭാര്യ പറയുന്ന കാരണം കേട്ടിട്ട് ഭാര്യ വീട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. 3 കുട്ടികളുണ്ട്, ലക്ഷറി വാഹനമുണ്ട്, നല്ല വീടുണ്ട്, സൗകര്യമുണ്ട്, എല്ലാത്തിനും പോകുന്ന നല്ലൊരു ഭർത്താവ്, എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നു, നല്ല സ്വഭാവമാണ്. എന്തിന്റെ കേടാണ് നിനക്കെന്നാ ചോദിക്കുന്നത്. ഭാര്യ പറയുന്ന കാരണങ്ങളൊക്കെ കേട്ടിട്ട് വീട്ടുകാർ പറയും ഇതൊക്കെ വളരെ ബാലിഷ്യമാണ്, എല്ലാവരുടെ കുടുംബത്തിലുണ്ടാകും, ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ പ്രൊഫഷണലിന്റെ സഹായം തേടണമെന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിലേക്ക് എത്തിയപ്പോഴാണ് ഭാര്യ ആ കല്യാണം കഴിഞ്ഞ കാലഘട്ടം തുടക്കം മുതൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇമോഷണൽ അബ്യൂസ്, ഇമോഷണൽ ടോർച്ചറാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ പോണെങ്കിലും ഭർത്താവിന്റെ കയ്യും കാലും പിടിക്കണം, എന്നാലും വിടൂല. വിട്ടുകഴിഞ്ഞാൽ എവിടെന്നെങ്കിലും 5 മിനിറ്റ് തിരിച്ചു വൈകി കഴിഞ്ഞാലോ വല്ലാത്തൊരു സ്വഭാവമാണ്. സ്വന്തം വീട്ടുകാരെ എപ്പോഴും മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വന്തത്തെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ജോലിയിലേക്ക് പോകാനോ പഠിക്കാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല, വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറമേയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭർത്താവാണ്. ഈ ഭാര്യയ്ക്ക് മാത്രമാണ് ഈ ഭർത്താവിൻ്റെ ഈ ഒരു സ്വഭാവത്തെ തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. അതായത് ഒരു പങ്കാളിക്ക് ഒരിക്കലും ജീവിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും മോശമായിട്ട് ഇത് കോവേർട്ട് നാസിസമാണ്. ഓവേർട്ട് നാസിസം ഉണ്ട്, അത് പ്രകടമാണ്. ഈ കോവേർട്ട് നാസിസം മറ്റുള്ളവർക്ക് അത്ര പിടുത്തം കിട്ടൂല. ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കാണ് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങളുടെ മക്കൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ 10-15 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അവരെ നന്നായിട്ട് കേൾക്കുക. നല്ലൊരു പ്രൊഫഷണലിൻ്റെ സഹായം തേടിയിട്ട് എന്താണ് നിങ്ങളുടെ അപ്പുറത്തുള്ള ക്യാരക്ടർ എന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കുക, തള്ളി വിടാതിരിക്കുക.